ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബഹ്റിൻ മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതനാണ് ഇദ്ദേഹം. നമസ്കാരം ഷമീം. നമസ്കാരം. ഏഷ്യ ബഹറിലേക്ക് സ്വാഗതം. താങ്ക് യു. വ്ളോഗിംഗ് രംഗത്ത് സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം കാണുമ്പോൾ. എങ്ങനെയാണ് ഈ വ്ളോഗിങ്ങിലേക്ക് എത്തിപ്പെട്ടത്? വ്ളോഗിങ് ഒരു പാഷനായിട്ട് തന്നെ തുടങ്ങിയതാണ്. നമ്മൾ നാട്ടിലുള്ള സമയത്ത് ഈ ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് നാട്ടിൽ. ഇപ്പോൾ ബാൻഡാണ്. ആ സമയത്ത് ടിക്ടോക്കിലൊക്കെ ഇങ്ങനെ തുടങ്ങി. പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ 2-3 വീഡിയോ നാട്ടിൽ വൈറലായ സമയത്ത് നാട്ടിൽ നിന്ന് കുറേ നാട്ടുകാരെ നല്ല സപ്പോർട്ട് അപ്രീഷിയേഷനൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ തുടങ്ങി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നു. തിരിച്ചറിവ്, അതായത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ ഒരു വിശ്വാസം വന്നപ്പോൾ ഞാൻ തന്നെ അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് വീഡിയോസ് കാണുന്നത്, ഇതേപോലുള്ള ഐറ്റിനറിയൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബഹ്റൈനും ഒരു ആൾക്കാരൊക്കെ നമ്മളെ മലയാളീസൊക്കെ അന്ന് ഇവിടെ കൂടുതലായിട്ട് വ്ളോഗേഴ്സ് കുറവാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇട്ട്, ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടപ്പോൾ സമയത്ത് ഭയങ്കര സപ്പോർട്ടായി. ആൾക്കാരൊക്കെ എൻഗേജ് ചെയ്യൽ തുടങ്ങി, ആൾക്കാർ പോയി നല്ല അഭിപ്രായങ്ങൾ പറയൽ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ പോന്നു. ഇപ്പോൾ പ്രൊമോഷനും ഇങ്ങനെയുള്ള വ്ളോഗിങ്ങൊക്കെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ലെവലിൽ പോകുന്നുണ്ട്. അതായത് വ്ളോഗേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ്? എല്ലാ ജോലിക്കും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. നമ്മളൊരു മിനിറ്റിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും മിനിമം 2 hours തൊട്ടിട്ട് 4-5 മണിക്കൂർ വരെ നമ്മൾ ഇതിന് എഫേർട്ട് ഇടുന്നുണ്ട്. ആ ഒരു സ്പോട്ടിൽ പോകുന്ന സമയത്ത് തന്നെ അവിടെ അവരെ പ്രൊമോഷൻ അനുസരിച്ചിട്ടുള്ളൊരു ഹുക്ക് സെറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ എന്താണോ സംസാരിക്കാൻ പോകുന്നത്, എന്തൊക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരാൾ വേണം, കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡിറ്റിങ്ങിന് ഇരിക്കണം. പിന്നെ ഇവരെ അപ്രൂവലിന് അയച്ചു കൊടുത്ത് അതിലെന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് ടീം നമുക്കത് വീണ്ടും ഇങ്ങോട്ട് തന്നെ എന്താ പറയുക, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തരും. അത് അപ്രൂവൽ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോസ് വരുന്നത്. പിന്നെ ഓരോരോ കണ്ടൻറ്റും വ്യത്യസ്തമായിട്ടിരിക്കുക, കോപ്പി അടിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. വേറൊരാളെ വീഡിയോ ചെയ്ത് അതേപോലെ ചെയ്യുന്നവരുണ്ട്. അത് ചെയ്യാതെ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. ഇപ്പോൾ ഷമീം ഒരു സ്ഥലത്ത് ഒരു ഫുഡിൻ്റെ വ്ളോഗിന് വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറയുന്നു നല്ല ഫുഡാണ്, റീസണബിൾ റേറ്റ് ആണ്. പക്ഷേ കസ്റ്റമേഴ്സ്, അത് കേട്ട് പോകുന്ന കസ്റ്റമേഴ്സ് പറയുന്നത് വേറെ കമൻസ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമാണ്, ഒരുപാട് കമൻസ് അങ്ങനത്തെ വരും. നെഗറ്റീവ് കമൻസ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് തന്നെ നമ്മളെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഞാനിതിൽ ചെയ്യുന്നൊരു എൻ്റെ ഒരു എത്തിക്സ് കുറച്ച് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാത്തൊരു ഫുഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഒരു ഓഫറാണ്, ഒരു ഫുഡിൽ പ്രൊമോഷനാണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ പ്രൊമോഷൻ പറഞ്ഞു പോവുകയുള്ളൂ. എനിക്ക് കഴിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു ഫുഡാണെങ്കിൽ അത് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കും, ഇത് വാവ് ആണ്, സൂപ്പറാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് എന്നുള്ളത്. അത് പറഞ്ഞ ഒരു സ്ഥലത്തും ഇതുവരെ മോശമായത് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും നമ്മളെ ഫോളോവേഴ്സൊക്കെ നല്ലതായിട്ട് തന്നെ പറഞ്ഞു. പിന്നെ ടേസ്റ്റ് ബഡ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളത്തിൻ്റെ അങ്ങത്തല തൊട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എടുത്താൽ പല ആൾക്കാർക്കും പല ടേസ്റ്റാണ്. പല മലബാർ ബിരിയാണി ഉണ്ട്, അങ്ങനെ ഒരുപാട് റൗദർ ബിരിയാണി, പല ബിരിയാണികൾ കഴിക്കുന്ന ആൾക്കാരാണ്. പലർക്കും പല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് 4 ആൾക്കാർ പോവുകയാണെങ്കിൽ 4 അഭിപ്രായം എന്തായിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു എബോവ് 50% ക്വാളിറ്റി ഇല്ലാത്തൊരു ഫുഡ് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോസ് കണ്ടിട്ട് നെഗറ്റീവ് കമൻസ് കിട്ടാറുണ്ടോ? നെഗറ്റീവ് കമൻസിനോട് എങ്ങനെയാണ് പ്രതികരിക്കാറ്? ഒരുപാട് കിട്ടാറുണ്ട്. ഇല്ല, അത് അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോരോ വിഷയം ഉണ്ടാവും. പക്ഷെ ഞാൻ അതിനോട് പ്രതികരിക്കാൻ പോറില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റും. അങ്ങനെ ഒരു ജെനുവിൻ കമൻ്റ് ആണെങ്കിൽ ഞാനത് ആളെ ബന്ധപ്പെടും, അങ്ങോട്ട് മെസ്സേജ് അയക്കും, ആളോട് ചോദിക്കും എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം, എന്താണ് പ്രശ്നം. അത് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഞാൻ ചെയ്ത ഏതെങ്കിലും ഇപ്പോൾ പ്രൊമോഷനുമായിട്ടാണ് എങ്കിൽ അവരെ കണക്ട് ചെയ്യും. എന്നിട്ട് അത് തിരുത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അല്ലാതെ വെറുതെ നെഗറ്റീവ് ഇടുന്നവരോട് ഗുഡ് ബൈ. ഒരുപാട് പേര് ഇപ്പോൾ വ്ളോഗിംഗ് രംഗത്തേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ പുതുതായി വരുന്നവരോടും ഇപ്പോൾ ചെയ്യുന്നവരോടും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു മൊബൈലും ഉണ്ടെങ്കിൽ, അങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം. നല്ല മേഖലയാണ്.
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഡിയൻസിന് ഉണ്ടാക്കിയെടുക്കാനുള്ള അതിന് പിന്നെ നടക്കണം. അത് കുറച്ച് എഫേർട്ടാണ്. ഇന്നും നാളെയും 2 വീഡിയോ ചെയ്തുകൊണ്ട് പെട്ടെന്ന് കയറി എന്താ പറയുക 100K ഒന്നും ആയിക്കോളണമെന്നില്ല. അത് ഗ്രാജ്വലി ആയിക്കോളും. ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, വ്യൂവേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ട് എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം. സാധാരണ ഫുഡ് ബ്ലോഗേഴ്സ് പൈസ കൊടുക്കാതെയാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ആരോപണം ഉണ്ട്. ഒരുപാട് കമൻസ് വരുന്നതാണ്. ഇന്നെ അറിയാവുന്ന അതായത് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഷോപ്പുകളുണ്ട്, ഒരുപാട് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇവിടുന്ന് എവിടുന്നെങ്കിലും ഇതിനെപ്പറ്റി അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ അത് പരിപാടി നിർത്താൻ തയ്യാറാണ്. ഇതുവരെ ആ ഒരു പരിപാടിക്ക്, അതായത് ഓസന ഫുഡ് ആടി, ഇതിനുള്ള ഒരു കാരണം കൂടി ഞാൻ പറയാം. ഞാനിത് തുടങ്ങിയ സമയത്ത് ഒരു സ്ഥാപനം ഒരാൾ എന്നോട് വേറൊരാളെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുക, അവനിവിടെ വന്ന് ഞാൻ ബ്ലോഗറാന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പോരെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കുറിച്ച് ഇപ്പോൾ നാളെ ഇയാൾ തന്നെ വേറെ ആൾക്കാരോട് സംസാരിക്കും ഇതേപോലെ. അന്ന് മുതൽ ഞാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ കീപ്പ് ചെയ്ത് പോരുന്നത്, ഒരു സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ ബ്ലോഗറാന്ന് പറഞ്ഞിട്ട് അവരെ പ്രൊമോഷൻ്റെ സമയത്ത് അവർ എന്താണോ അത് ചെയ്യുന്നത് അതും ഈ നമുക്ക് മൊത്തമായിട്ടൊന്നും കഴിക്കാനാവില്ല. നിങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടാവും, ഒരുപാട് ഫുഡുകൾ ഉണ്ടാവും നമ്മളെ മുമ്പിൽ. പക്ഷേ ഇത്രയും ഫുഡൊന്നും നമുക്ക് ഒരിക്കലും കഴിക്കാനാവില്ല. നമുക്ക് ആ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ആ ഓഫർ പരിചയപ്പെടുത്തുക. എന്നിട്ട് ഇത് നമ്മൾ വേറെ ആർക്കെങ്കിലുമൊക്കെ പാർസൽ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരെ ഹോട്ടലുകാർക്ക് തന്നെ കൊടുക്കും. ഫുഡ് പാർസലാക്കി എടുക്കുന്നത് നമ്മൾ അധികവും റാൻഡമായിട്ട് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ കൊടുക്കലാണ്, നമുക്ക് തോന്നും അല്ലേ. അങ്ങനെ ഞാൻ ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായി. രാത്രി ഒരു 12-1 മണി ആയിട്ടുണ്ട്. ഈ ഫുഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ഒരുപാട് ഫുഡുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് ഞാൻ അതിനും വേണ്ടി നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് കുറച്ച് റോഡ് പണി എടുക്കുന്ന കുറച്ച് തൊഴിലാളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനെടുത്ത് വണ്ടി കൊണ്ട് നിർത്തി അവരോട് ഭയ്യ മേരെ പാസ് തോടോ ഖാനായ. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ഞങ്ങൾ ഈ വിശന്നിരിക്കുകയാണ്, ഇപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ചിന്തിച്ചതേ ഉള്ളൂ ഫുഡ് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് അവർ കുറേ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചാണ് ഈ സാധനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അന്നേരം ഒരു രോമാഞ്ചം, അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ആ രോമാഞ്ചം അത് ഭയങ്കര ഫീലായൊരു സംഭവം. ഇത് മാത്രമല്ല, ഇവിടുന്ന് ഇപ്പോൾ ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ ഒരു ഫ്രൈഡ് ചിക്കൻ കഴിഞ്ഞ് വരുന്ന ഉച്ചക്ക് തൊഴിലാളികൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് കൊടുത്ത സമയത്ത് ഭയങ്കര നന്ദിയോടുകൂടി ആ ഫുഡ് ഒരാൾക്ക് കൊടുക്കാന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഫീലിംഗ് തന്നെയാണ് ആ കൊടുക്കുന്ന സമയത്ത്. അല്ല, അവരെ വാങ്ങുന്ന സമയത്തും അവരെ മുഖത്ത് കാണുന്നത് നല്ല സുഖമാണ്. ഈ പ്രൊമോഷൻ ചെയ്തിട്ട് പൈസ കിട്ടുന്നേക്കാൾ ഫീലാണ് ആ ഒരു സാധനത്തിന്. ഷമീം ഇപ്പോൾ ബഹ്റൈനിൽ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറിക്കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ് അത്? ഇൻഫ്ലുവൻസർ ആണോ? ഞങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേറ്റർ, പ്രൊമോട്ടർ, വ്ളോഗർ, ക്രിയേറ്റർ, ആ ഒരു ലെവലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫിലാണെങ്കിലും ഒരു ആൾക്ക് നിങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസർ എന്നിപ്പോൾ ലോകം ഒന്നായിട്ട് വിളിക്കുന്നുണ്ട് വ്ളോഗേഴ്സിനെ. ഞാനതിൽ കാണുന്നത് ഈ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് പരിചയപ്പെടുത്തി അവിടെ ആൾക്കാർ പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫർ പറഞ്ഞു കൊടുത്ത് അത് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെന്ന് പറയും. പക്ഷേ ആ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ആ ഒരു വാക്കിനർത്ഥം ശരിക്കും നമ്മൾ അബ്ദുൽ കലാം, ഞങ്ങളതിൽ പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി, ഇവരൊക്കെ ലൈഫ് കൊണ്ട് ഇതൊക്കെ ഇൻഫ്ലുവൻസറായിട്ട് അത് നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് എന്താണ് നമ്മൾ ഈ ഓഫർ പറയുന്നതെന്നല്ലാതെ വേറൊന്നും പറയാണ്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വിളിക്കുന്നത് തന്നെ തെറ്റാണോ എന്നാണ് എൻ്റെ സംശയം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സായി, ഒരുപാട് കമൻസ് വരുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായി മറുപടി പറയാറുണ്ടോ? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോവാറുണ്ട്. അതിനെക്കുറിച്ചൊരു വിശദീകരണം. അത് തെറ്റിദ്ധാരണയാണ്. അതായത് എനിക്ക് ബൈബേർത്ത് ഒരു സംഭവമുണ്ട്, നിസ്താഗമസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കണ്ണിന് ഒരു രോഗമുണ്ട്. അപ്പോൾ അത് ജന്മനാ ഉള്ളതാണ്, കുറച്ച് കാഴ്ചക്കുറവുണ്ടെന്ന് സത്യം പറഞ്ഞാൽ. ചില ആളുകൾ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് സൈഡിൽ നിന്ന് ഹായ് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ വന്നിട്ട് പറയും നിങ്ങളെ ഞാൻ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാൻ ഒന്ന് നോക്കുപോലും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ദൂരത്തുനിന്ന് വിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ വേറെ ആളോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് ചില സമയത്ത് സംഭവിക്കാറുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അതല്ലാതെ എന്നോട് ആരെങ്കിലും നേരിട്ട് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതേപോലെ ഈ മെസ്സേജിൻ്റെ കാര്യം ചോദിച്ചത്, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ജോലി അന്വേഷിച്ചിട്ട്, പൈസൻ്റെ പ്രശ്നം, കുടുംബ പ്രശ്നം പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വരുന്നതായിരിക്കും.
ഞാൻ മാക്സിമം ഒരു കാരണം അവർ പറഞ്ഞോണ്ട് ജസ്റ്റ് ഹായ് അയക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഹായ് നിങ്ങളൊരു കാരണത്തിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഹായ് അയച്ചു കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ മറുപടി കൊടുത്തോളണമെന്നില്ല. അതേ സമയത്ത് നിങ്ങളൊരു മൊത്തമായിട്ടുള്ള സംഭവം പറഞ്ഞോ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിന് എല്ലാവരും മറുപടി തരേണ്ടതാണ്. എനിക്കും ഒരുപാട് ആൾക്കാർ പറയുമ്പോൾ പല ഫോളോവേഴ്സും പറയുന്നതാണ് ഞാൻ ഇന്ന ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ല, മറുപടി റിപ്ലൈ കിട്ടിയില്ല എന്ന്. പല തിരക്കിലുള്ളവരായിരിക്കും. അപ്പോൾ അവർ റിപ്ലൈ തരാതിരിക്കാനുള്ള കാരണം ഈ ഹായ് മെസ്സേജുകൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഒരു കാരണം എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുള്ള ആ ഫുഡൊന്ന് എനിക്ക് പറഞ്ഞുതരുമോ അതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് മെസ്സേജുകൾ വരുന്നതാണ്. അതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇങ്ങനൊരു കാരണം വേണം. അത് ഞാൻ അടക്കമുള്ള എല്ലാവർക്കും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളതാണ്, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ജസ്റ്റ് ഹായ് അയക്കരുത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് മുഴുവനായിട്ട് പറഞ്ഞിടണം. അപ്പോൾ അതിൻ്റെ റിപ്ലൈ കിട്ടും. ഞാൻ എന്തായാലും ചെയ്യാറുണ്ട്, അങ്ങനെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരെന്നാണ് എൻ്റെ വിശ്വാസം. പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്, എന്താണ് ഉപദേശം? ആ കാശ് കിട്ടുന്നതെന്ന് വെച്ച് എന്തും വിളിച്ച് പറയാന്ന് പറഞ്ഞ ആ പരിപാടി ഇല്ലാതെ, അതായത് ഫേക്ക് ഉണ്ടാവരുത്, ഫേക്ക് ഫോളോവേഴ്സ് ഉണ്ടാവരുത്, ഫേക്ക് ബോട്ട് എന്ന് പറഞ്ഞുള്ള സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളൊരു വർക്ക് ഒരു ബ്രാൻഡ് ഏൽപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മിനിയാന്ന് വന്ന ഒരു വ്ളോഗർ ഇതിൽ പേജിൽ നോക്കിയാൽ ചിലപ്പോൾ ആൾ 100-200K ഫോളോവേഴ്സൊക്കെ ആയിട്ട് കാണും. അപ്പോൾ ഇത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എഫേർട്ട് എടുത്തിട്ട് എന്നെ ഗ്രാജ്വലി കയറി വന്നതാണ്. അതേപോലെ കയറി വരണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ചെയ്തിട്ട് ആൾക്കാർ ഫോളോവേഴ്സിനൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ ഈ ബോട്ട് ഇപ്പം ഇങ്ങനെയുള്ള കുറേ ഫേക്ക് പരിപാടികളുണ്ട്, അതൊന്നും ചെയ്യാതെ ജെന്യുവിനായിട്ട് നിൽക്കുക, ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക, ആ ഒരു വിശ്വാസം നേടിയെടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നോളും. നമ്മൾ ജെന്യുവിനായിട്ടുള്ള കണ്ടൻറ്റുകൾ, നമ്മൾ പറയുന്ന കാര്യം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതുമാണെങ്കിൽ എന്തായാലും നമ്മളൊപ്പം നമ്മളെ ഫോളോവേഴ്സ്, നമ്മളെ കാണുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ടിന് വേണ്ടി എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അത് ഉറപ്പാണ്. അതുകൊണ്ട് ബി ജെനുവിൻ. ഷമീം ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ല, അതുകൂടെ ഒന്ന് പറയും. ഫാമിലി സ്വന്തമായിട്ട് ഒരു ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യ ടീച്ചറാണ്, അതേപോലെ ഒരു വ്ളോഗറാണ്, പേര് ഹസ്ന എന്നാണ്. ടീച്ചിങ് ലെവലിലൊക്കെ ഉള്ള കുറേ അവൾ സ്കൂളിൽ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇങ്ങനെ പല രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുകൊണ്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്, വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് രസമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതാണ് ട്രെൻഡ് നാട്ടിലൊക്കെ. കുറേ ടീച്ചേഴ്സിൻ്റെ ഇത് കണ്ടാൽ ഇപ്പോൾ നമുക്ക് വീണ്ടും ആ ക്ലാസ് പോയിരിക്കാൻ തോന്നും. ആ രീതിയിലാണ് പാട്ടൊക്കെ പാടിയിട്ട് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആളും അത്യാവശ്യം ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട്. സപ്പോർട്ടീവാണ്, അതായിരിക്കില്ല ഞങ്ങൾക്കറിയേണ്ടത്. സപ്പോർട്ടീവാണ്, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും അത്യാവശ്യം ഫാമിലി കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ തന്നെ ചെയ്യല്. വളരെ സന്തോഷം, എല്ലാവിധ ആശംസകളും. മികച്ച വ്ളോഗറായിട്ട് മാറട്ടെ. താങ്ക് യു. ബെസ്റ്റ് വിഷസ്. അപ്പം നിങ്ങളോടും പറയാനുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അല്ലേ?